അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, ആ പ്രതിഭാസം അനുകൂലമായ വലിയ ട്രെൻഡ്, പൂരങ്കല അടക്കമുള്ള കാര്യങ്ങൾ, ക്രൈസ്തവ വോട്ടുകൾ, പല ഘടകങ്ങൾ വോട്ട് കൂടാൻ കൂട്ടുണ്ട്. ഡീൽ എന്ന് പറയുമ്പോഴത്തേക്കാണ് പ്രശ്നം. ചോർച്ച ഉണ്ടായി, എല്ലായിടത്തും ഉണ്ടായി. നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ഡീൽ എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നിടത്താണല്ലോ പഴയ തൃശ്ശൂരും, മുൻ ലോക്സഭാ തൃശ്ശൂരും നിയമവും, ഒരു മിനിറ്റ് ഹാഷ്മി ഞാനൊന്ന് പറയാം, നിയമവും ഒക്കെ ചർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ തൃശ്ശൂരിലും നിയമത്തിലും ഈ പറയുന്ന വോട്ട് ചോർച്ച, അത് ഡീലോ എന്തോ ആയിക്കോട്ടെ, അതിനെ സാധൂകരിക്കാൻ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കണക്കുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ആ കണക്കുകൾ നമ്മുടെ മുന്നിലില്ല. ഇപ്പോൾ പറയുന്ന 10 മണ്ഡലങ്ങളുടെ അടക്കം രാഷ്ട്രീയ പാർട്ടികൾ ഡീൽ എന്ന് പറയും, അത് അവരുടെ രാഷ്ട്രീയമാണ്. മാധ്യമപ്രവർത്തകർ ഡീൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ കണക്കുകൾ ബോധ്യപ്പെടണം. അല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഹാഷ്മി 10 മണ്ഡലങ്ങളിൽ ഡീലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെ പിൻവലിച്ചതിലടക്കം എന്താണ് ഏറ്റെടുക്കുന്നത്? സ്ഥാനാർത്ഥികളെ പിൻവലിച്ചതിലടക്കം നമ്മൾ ഒരു രാഷ്ട്രീയ കോണിൽ കൂടെ മാത്രം നോക്കുന്ന പ്രശ്നമാണ്. എന്റെ സംശയം എന്തായിരുന്നു അവിടെ എന്റെ സംശയം, ഇവിടെ BJPക്ക് ആഴത്തിൽ അടിത്തറയുള്ള ഈ പറയുന്ന തൃപ്പൂണിത്തറയിൽ, കോന്നിയിൽ, റാന്നിയിൽ, ഏറ്റുമാനൂരിൽ, വൈക്കത്തവർ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്തുകൊണ്ടെന്ന് ചോദ്യമാണ്. ഉത്തരം വേണ്ടത് BJP ആണ്. അതിന് ഉത്തരം കിട്ടുന്നില്ലെന്നേ പറഞ്ഞോളൂ. ഉത്തരം കിട്ടുന്നില്ലെന്നേ പറഞ്ഞോളൂ. സിമ്പിൾ പറഞ്ഞോളൂ. അല്ല, ഞാനതിൽ പറഞ്ഞത് അപ്പോൾ ഈ ഇന്റലിജൻസിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മറ്റേ പാർട്ടിയുടെ വോട്ട് ചോരും എന്നുള്ളതായിരുന്നു ഇവരുടെ ഇന്റലിജൻസ് എന്നുള്ളതാണ്. അതിൽ ഈ കണക്ക് വെച്ചുള്ള സംശയം മാത്രമാണ്. അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ SKN അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഇനി എത്ര വോട്ട്, എത്ര മണ്ഡലം അവർ പിടിച്ചാലും അമ്പലപ്പുഴ തോറ്റാൽ അത് ആകെത്തുകയിൽ ഡാമേജ് ഉണ്ടാക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. ആ നിലയിൽ ഒരു ജാഗ്രത തന്നെയായിരിക്കണം അവിടെ സ്വീകരിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം സുധാകരന്റെ കാര്യത്തിൽ സുധാകരൻ അത് മാത്രമല്ല SKN സുധാകരൻ ഈ പറഞ്ഞ നിലയിൽ തന്നെ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. മാത്രമല്ല ഇപ്പോൾ CPM അവിടെ മത്സരിക്കുന്നത് ആരോടൊക്കെയാണ്? സുധാകരന് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസിനോടും സുധാകരനോടും മാത്രമല്ല BJPയുടെ എത്രയോ വോട്ടുകൾ എനിക്ക് കിട്ടും ഇതിനോടകമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സുധാകരൻ. അപ്പോൾ BJPയുടെ വോട്ടും ഇങ്ങോട്ട് വരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷനോട് കൂടിയാണ് CPM അവിടെ മത്സരിക്കുന്നത് എന്നതുകൂടിയുണ്ട്. സൈറസ് എന്ന് പറയുന്ന ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ പുറത്താക്കി. ആദ്യം അദ്ദേഹത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി, പിന്നെ പുറത്താക്കി. ഏരിയ കമ്മിറ്റി അംഗം നേരത്തെ ജി സുധാകരൻ നേരത്തെ മുൻ PM ആയിരുന്നു. അത് പുറത്താക്കുള്ള യഥാർത്ഥ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജി സുധാകരൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. സുധാകരൻ കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് അവിടെയുള്ള 50,000 വോട്ടുകൾ ഉറപ്പിച്ചു തരൂ, ബാക്കി ജയിക്കാനുള്ള വോട്ടുകൾ ഞാൻ സംഘടിപ്പിക്കും. എവിടെ നിന്ന്? CPM-ൽ നിന്നും BJP-യിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.